ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് പോകാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. US മാർക്കറ്റിൽ ഡൗ ജോൺസ് 59 പോയിന്റും S&P ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നസ്ഡാക്ക് 23 പോയിന്റും പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നു. ഗ്ലോബൽ മാർക്കറ്റ് യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 126 പോയിന്റ് നെഗറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റി നെഗറ്റീവ് ട്രെൻഡിലാണുള്ളത്. ക്രൂഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡും ബ്രന്റ് ക്രൂഡും ഒക്കെ ചെറിയൊരു പോസിറ്റീവാണ്. ക്രൂഡ് ഓയിൽ $88.63 ബ്രന്റ് ക്രൂഡ് $96.55 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് ഏകദേശം ചെറിയൊരു നെഗറ്റീവിലാണ്, $82 നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. നാളെ മിക്കവാറും ഒരു ഗ്യാപ് ഡൗൺ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയാണ്. കാരണം ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. ഇന്ന് ഇറാനുമായിട്ടുള്ള വെടി കരാർ നിർത്തലിൻ്റെ 10ാം ദിവസമാണ്, അവസാനത്തെ ദിവസമാണ്. അപ്പം അത് നീട്ടാൻ സാധ്യതയില്ലെന്നാണ് ട്രംപിൻ്റെ പ്രസ്താവന വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീണ്ടും ഒരു ആക്രമണത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഗ്ലോബൽ മാർക്കറ്റ് താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോഴ് ക്രൂഡ് ഓയിലൊക്കെ ചെറുതായിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തോ നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടാവണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഗിഫ്റ്റ് നിഫ്റ്റി 180 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നത്. മിക്കവാറും ഒരു ഗ്യാപ് ഡൗൺ തന്നെ മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡേ ക്യാൻഡിൽ നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, ഒരു പോസിറ്റീവ് ട്രെൻഡിലോട്ട് പോയിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് ചെറിയൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റെസിസ്റ്റൻസിലാണ് ഇപ്പോൾ മാർക്കറ്റുള്ളത്. നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഈ ഒരു 380 നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു റെസിസ്റ്റൻസ് പ്രീവിയസ് സപ്പോർട്ട് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു 3 ദിവസം. അത് ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് ക്ലോസിങ് വന്നിട്ടുള്ളതെങ്കിലും ഈ ഒരു ട്രെൻഡ് ലൈനൂടെ ശ്രദ്ധിക്കുക. പക്ഷേ മാർക്കറ്റ് ഇപ്പം സപ്പോർട്ടാണ്. ഇനി 24,380 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. 380 400 ലെവലിന് മുകളിൽ 24,400 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ ഒരു റാലിക്ക് സാധ്യതയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 23,300 ലെവലിലോട്ട് ഒരു റീട്രേസ്മെന്റിന് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴും യുദ്ധത്തിന്റെ ഭീതി ഒഴിയാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും ഒരു ഡിപ്പിലോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഡിപ്പിലോട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റ് ഒരു ഹെൽത്തി മാർക്കറ്റ് ആവത്തുള്ളൂ. കാരണം മാർക്കറ്റ് ഇവിടെ കുറേ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇതൊരു താഴോട്ട് ഇറങ്ങി വന്ന് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ഹയർ ഹൈ ഫോം ചെയ്യും, ഹയർ ലോ ഫോം ചെയ്യും. പിന്നെ ഇവിടെ നിന്നൊരു ഹയർ ഹൈയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് വരും ദിവസങ്ങളിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തായാലും ഞാൻ ഈ ഒരു റീട്രേസ്മെൻറ്റ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കറ്റ് താഴെ 23,300 400 ലെവലിലോട്ടെങ്കിലും 300-200 ലെവലിലോട്ടെങ്കിലും മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് കയറിയാൽ മാത്രമേ മാർക്കറ്റ് ഒരു ഹെൽത്തി മാർക്കറ്റ് ആവത്തുള്ളൂ. നമുക്ക് 15 മിനിറ്റിൻ്റെ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24,417 ലെവലിന് മുകളിൽ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ 24,541 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 15 മിനിറ്റ് തന്നെ ക്ലോസിങ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റിലൊരു നെഗറ്റീവ് ട്രെൻഡ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുകളിലോട്ട് നോക്കിയിട്ടില്ലായിരുന്നു. കാരണം മാർക്കറ്റ് താഴോട്ട് വരും എന്നൊരു ഭീതി ഉണ്ടായിരുന്നു. ഇന്ന് എക്സ്പയറി ആണെങ്കിലും ആദ്യത്തെ ഒരു 1.5-2 മണിക്കൂറിൻ്റെ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മൊത്തം ഒരു സൈഡ് വേസ് ആയിരുന്നു. സെല്ലേഴ്സിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റായിരുന്നു. അവസാനത്തെ ഒരു 15-20 മിനിറ്റൊക്കെയാണ് മാർക്കറ്റിൽ പിന്നെ ചെറിയൊരു കയറ്റമുണ്ടായിരുന്നു. അതുവരെയ്ക്ക് മാർക്കറ്റ് മൊത്തത്തിലൊരു സൈഡ് വേസ് ആയിരുന്നു. കാരണം ഇത് ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ആ ഒരു 24,540 ലെവലിൽ ഫുള്ള്, കാരണം ഇൻഡിസിഷൻ ക്യാൻഡിലാണ് എല്ലാം. ഒന്ന് മുകളിലോട്ട് ഗ്രീനിൽ ക്ലോസ് ചെയ്യുമെങ്കിൽ പിന്നെ താഴോട്ട് റെഡിൽ ക്ലോസിങ്, പിന്നെ വീണ്ടും ഗ്രീനിൽ ക്ലോസിങ്, അങ്ങനത്തെ ഒരു ക്യാൻഡിലായിരുന്നു.
ഓൾമോസ്റ്റ് അവിടെ ഫുള്ള് DK ടൈം DK ഉണ്ടായിരുന്നു മിക്ക ഇതിലും. പിന്നെ അവസാനത്തെ ഒരു 15 മിനിറ്റിൽ വലിയ മൂവ്മെൻറ്റ് ഉണ്ടായെങ്കിലും ജസ്റ്റ് ഒരു സ്കാൽപ്പേഴ്സിന് മാത്രമേ ഗുണമുണ്ടായിട്ടുള്ളൂ. ബാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 11 മണി കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ള എൻട്രികളെല്ലാം മിക്കയിടത്തും 2 സൈഡിലോട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കൊണ്ടിരുന്നു. ഒരു 10-12 പോയിന്റൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. നാളത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് 24 ഈ ലെവൽ തന്നെയാണ്, നമ്മൾ ഇന്നലെ തന്നിട്ടുള്ള ലെവൽ തന്നെ 24,700 വരേക്കും മാർക്കറ്റ് ചിലപ്പോൾ മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 24,620 580 മുകളിൽ ക്ലോസ് ചെയ്താലും 580 മുകളിൽ ക്ലോസ് ചെയ്താലും 15 മിനിറ്റ് ക്ലോസിംഗ് ഗ്രീൻ ക്യാൻഡിൽ 15 മിനിറ്റ് ക്ലോസിംഗ് കിട്ടിയാലും 24,700 വരേക്കും പോകാൻ സാധ്യതയുണ്ട്. താഴോട്ടുള്ള ലെവല് 24 ഇന്നലെ ഈ സസ്റ്റെയിൻ ചെയ്ത ഈ ഏരിയ 510 താഴോട്ട് ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് 423 മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഈ ട്രെൻഡ് ലൈന് ശ്രദ്ധിക്കണം. ട്രെൻഡ് ലൈനും കൂടെ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 417 പിന്നെ 417 കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ലെവല് 300 ഈ ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ 330 മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. എല്ലാം 15 മിനിറ്റ് ആണ്. 15 മിനിറ്റിൽ കൃത്യമായിട്ട് നോക്കുക. ഈ ട്രെൻഡ് ലൈന് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടി 516 ഈ ഒരു ഏരിയയിലൊക്കെ ഒരു ഡബിൾ കൺഫർമേഷൻ ആണ് ട്രെൻഡ് ലൈനും പിന്നെ സപ്പോർട്ട് 24,516 ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 420 330 വരെയൊക്കെ മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇൻട്രാഡേ വ്യൂ അനുസരിച്ച് ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ വ്യൂവിൽ ഏകദേശം ഇന്ന് സ്റ്റോക്ക് FIS സെല്ലിംഗ് തന്നെയാണ്. ഏകദേശം 2,000 കോടി അടുപ്പിച്ച് 1919 കോടി അടുപ്പിച്ച് സ്റ്റോക്ക് സെല്ലിംഗ് ആണ്. DIS 2,221 കോടിക്ക് ബൈയിങ് ആണ്. പക്ഷേ ഫ്യൂച്ചേഴ്സിൻ്റെ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം FIS കോള് ബൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം കോള് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.31 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ടുണ്ട്. 3 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ബൈയിങ്ങിലോട്ടാണ്. 1.24 ലാക്ക് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 23.68 23,680 ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് ആണ്. മാർക്കറ്റ് ക്ലൈൻറ്റ് പുട്ട് ഓപ്ഷൻ സെല്ലിംഗ് മാത്രമാണ്. ചിലപ്പോൾ ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗൺ വന്നാലും മാർക്കറ്റ് റിക്കവർ ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ ചാർട്ടിലോട്ട് പോകാം. ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് ആദ്യം നിഫ്റ്റി നോക്കാം. നിഫ്റ്റി ഇന്നത്തെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് CPR എന്നാണ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് കയറിയത്. നമ്മൾ 2 സൈഡിലോട്ടും മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഏകദേശം ഇവിടെ നിന്നൊക്കെ ഒരു സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിച്ചാണ്. പക്ഷേ താഴെ CPRന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഫസ്റ്റ് റെസിസ്റ്റൻസ് 24,474 24,496 ബ്രേക്കൗട്ട് കിട്ടി. മാർക്കറ്റ് ഇവിടെ നിന്ന് ആദ്യം ഒരു സെല്ലിംഗ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24,494 ഒരു റെസിസ്റ്റൻസിന് സാധ്യത ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഏകദേശം ഇവിടെ ഒരു അരമണിക്കൂറോളം സസ്റ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടുന്ന് ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് കിട്ടി. പിന്നെ വീണ്ടും 24,494 കൃത്യമായിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ മുകളിലോട്ട് 24,690 24,586 ലെവലിലോട്ട് മാർക്കറ്റ് കയറിപ്പോയി. നാളെ CPR വരുന്നത് 24,478 24,544 ഏകദേശം 45-50-70 പോയിന്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് മിക്കവാറും CPRനുള്ളിൽ ഒരു ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. CPRനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുക.
ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ നിന്ന് റിക്കവർ ആവാൻ സാധ്യതയുണ്ട്. ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗണിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്നൊക്കെ ഒരു ഓപ്പണിങ്ങിനുള്ള സാധ്യത, റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇതിന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് ഇതിന് താഴോട്ടാണ് ക്ലോസിങ് വരുന്നതെങ്കിൽ അടുത്ത സപ്പോർട്ട് ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. അവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഫസ്റ്റ് ആദ്യത്തെ ഒരു 5-15 മിനിറ്റിൻ്റെ ക്യാൻഡലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റിൻ്റെ ക്യാൻഡലിൻ്റെ റിവേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാൻഡലിൻ്റെ സ്വഭാവം നോക്കിയിട്ട് പിന്നെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും താഴെ വരുന്ന ലെവൽ 24,421, 24,442 ഫസ്റ്റ് റെസിസ്റ്റൻസ്. അതായത് ഇവിടെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 24,494, 24,517. മുകളിലോട്ടുള്ള റെസിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക 24,645, 24,666. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 24,782, 24,773. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്നത്തെ ലെവല് കൃത്യമായിരുന്നു. CPR തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും സപ്പോർട്ട് എടുത്ത് കയറിയത്. 56,724, 56,627 ലെവലിൽ നിന്ന് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് കയറി ഈ ഒരു സോണ് 56,986, 57,055 ബ്രേക്കൗട്ട് കിട്ടി. ഇവിടെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിഫ്റ്റിയിലും നമ്മളവിടെ SL 2 സൈഡിലോട്ടുള്ള SL കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടി. കാരണം സോൺ എന്ന് പറയുന്നത് സിംഗിൾ ക്യാൻഡിലാണ് ബ്രേക്കൗട്ട് കിട്ടിയത്. അപ്പോൾ സി എടുക്കുന്നവർക്ക് ഈ സിംഗിൾ ക്യാൻഡിലിൻ്റെ ബോട്ടം സിയുടെ താഴെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ താഴെ ബോട്ടത്തിൽ SL വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി നോക്കാം. ഇത് ക്ലോസിങ് വന്നതിന് ശേഷമാണ് പറഞ്ഞത്. ഏകദേശം ഈ സെൻറ്ററിൽ നിൽക്കുന്ന രണ്ടാമത്തെ ക്യാൻഡിൽ താഴോട്ട് വന്നപ്പോഴാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ ബോട്ടത്തിൽ സിക്കാർക്ക് SL വയ്ക്കാം. ഇനി താഴോട്ടാണെന്നുണ്ടെങ്കിൽ, കാരണം ഇതൊരു സ്ട്രോങ് ബ്രേക്കൗട്ടാണ്, പക്ഷെ അടുത്ത ക്യാൻഡിൽ താഴോട്ട് വന്നു. ആ സമയത്ത് പി എടുക്കുന്നവർക്ക് മുകളിലോട്ടും ആ ക്യാൻഡിലിൻ്റെ ടോപ്പിലും SL വയ്ക്കാം. ചെറിയ SL ആണ് വരിക. അതുപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്ട്രോങ് ബ്രേക്കൗട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി എടുക്കുന്നവർ ഈ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ബ്രേക്കൗട്ട് കിട്ടിയ ക്യാൻഡലിൽ താഴെ SL വെച്ചിട്ട് മുകളിലോട്ട് എൻട്രി നോക്കുക. കൃത്യമായിട്ട് മുകളിലത്തെ റെസിസ്റ്റൻസ് വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോയി. ഇവിടെ ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിഫ്റ്റിയിൽ ഹയർ ഹൈ ഫോം ചെയ്തിട്ടാണ് ഇരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ തന്നെ റെസിസ്റ്റൻസ് ഈ ഒരു ലെവലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ബാങ്ക് നിഫ്റ്റി നമുക്ക് റെസിസ്റ്റൻസ് എത്തിയിട്ടില്ലായിരുന്നു. അവസാനത്തെ ക്ലോസിംഗ് സമയത്താണ് റെസിസ്റ്റൻസിലോട്ട് ബാങ്ക് നിഫ്റ്റി എത്തിയത്. CPR വരുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ 57,078 തൊട്ട് 57,273 വരെയൊക്കെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ CPR വരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ലെവലിലൊക്കെ ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ, വലിയൊരു ഗ്യാപ്പ് ഡൗണിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 56,894, 56,958 സപ്പോർട്ടായിരിക്കും. ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക 57,150 തൊട്ട് 57,209 വരെയൊക്കെയാണ്. പിന്നെ CPRന് മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 57,656, 57,586 ഫസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടാവും. രണ്ടാമത്തെ റെസിസ്റ്റൻസ് 57,934, 58,000 വരയ്ക്കും ബാങ്ക് നിഫ്റ്റി കയറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ മാർക്കറ്റ് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ വലിയൊരു റാലിക്കുള്ള സാധ്യതയിൽ എന്തായാലും മാർക്കറ്റ് മിക്കവാറും ഒരു ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. ഏതെങ്കിലും ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. സെൻസെക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൻ്റെ CPR വരുന്നത് 78,942 തൊട്ട് 79,166 വരെയൊക്കെയാണ്. ഏറ്റവും താഴത്തെ സപ്പോർട്ട് വരുന്നത് 78,742, 78,810 ഫസ്റ്റ് സപ്പോർട്ട് കിട്ടുക. രണ്ടാമത്തെ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരിക 79,016, 79,098. CPRന് മുകളിൽ വരുന്ന ഫസ്റ്റ് റെസിസ്റ്റൻസ് 79,505, 79,586. ഏറ്റവും മുകളിലത്തെ റെസിസ്റ്റൻസ് വരിക 79,878, 79,940.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ഫയേഴ്സിൻ്റെ ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം ക്ലയൻറ്റ് ID എനിക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.